നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് അരവിന്ദറിന് നന്നായിട്ടറിയാം. അരവിന്ദറിന്റെ കല്യാണത്തെ പറ്റിയാ എനിക്ക് പറയാനുള്ളത്. എന്റെ കല്യാണം എല്ലാവരും കൂടി തീരുമാനിച്ചതാണല്ലോ. ഇനി അതിനെപ്പറ്റി എന്താ സംസാരിക്കാനുള്ളേ? ഒരുപാടുണ്ട്. ഓ ആണോ? ശ്രേയെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. എനിക്കോ അതോ നിനക്കോ? അരവിന്ദേട്ടന്. പക്ഷേ ഈ കല്യാണം അരവിന്ദേട്ടന് ശരിയാവില്ല. എന്തുകൊണ്ട് ശരിയാവില്ല? ശ്രേയെ കല്യാണം കഴിച്ച് അരവിന്ദേട്ടൻ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെടും. ഇത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. നിർത്തറ. നീ ഇത്രയ്ക്ക് തരം താഴ്ന്നവരാണ് ഞാൻ വിചാരിച്ചില്ല. ദേഷ്യപ്പെടാതെ ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേക്ക് അരവിന്ദേട്ടാ. എന്ത് കേൾക്കാൻ? നിന്റെ മനസ്സിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന അതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കണോ? നീ ഇപ്പൊ സന്തോഷിച്ചൊരു ജീവിതം തുടങ്ങി. ആ ശ്രേയ നീറി ചാവുക. അവൾക്കിപ്പോ സന്തോഷം കിട്ടുന്നതായപ്പോ നിനക്ക് സഹിക്കുന്നില്ലല്ലേ? ശ്രേയയ്ക്ക് സന്തോഷം ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഓ അപ്പോ ഞാൻ സന്തോഷത്തോടെ ജീവിക്കരുന്നാണോ? ഞാൻ എന്തിനാ അങ്ങനെ ചിന്തിക്കണം അരവിന്ദേട്ടാ? എന്ന് വെച്ചാ ഞാനും ശ്രേയും സന്തോഷത്തോടെ ജീവിക്കരുന്നല്ലേ? അതല്ലേ എന്നെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് വന്ന് ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കുന്നത്? അയ്യോ അരവിന്ദേട്ടാ, അങ്ങനെയല്ല. ഉണ്ടാവും. അങ്ങനെ ഒരു ചിന്ത നിനക്കുണ്ടാവും. എന്നെയും ശ്രേയും നിന്റെ ഭാര്യ തുണിക്കച്ചൊരു കാര്യം ഇഷ്ടമല്ല. അതുകൊണ്ടല്ലേ എന്റെ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നത്. അരവിന്ദേട്ടൻ ഒന്നും മനസ്സിലാക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രേയയുടെ ക്യാരക്ടറും രീതികളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ശ്രേയ അരവിന്ദേട്ടന്റെ കൂടെ നല്ലൊരു ജീവിതം മോഹിച്ചല്ല ഈ കല്യാണത്തിന് സംഭവിച്ചത്. ഞങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാന്, എന്നെ അവൾക്ക് കിട്ടാതായപ്പോൾ ദേഷ്യം, എന്നോടുള്ള പ്രതികാരം തീർക്കാന് അരവിന്ദേട്ടനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. ശ്രേയയെ കുറിച്ച് മനസ്സിലാക്കാതെ തെറ്റായ ഒരു തീരുമാനം എടുക്കല്ലേ അരവിന്ദേട്ടാ. അരവിന്ദേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. അനിയനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് ആരെങ്കിലും ചേട്ടനെ കല്യാണം കഴിക്കൂ? അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ ശ്രേയ പ്രതികാരത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതെന്ന്? അങ്ങനെയാണോ? ചാരു എന്നോടുള്ള പ്രതികാരം തീർക്കാനാണോ നിന്നെ കല്യാണം കഴിച്ചത്? ചേട്ടനെ കല്യാണം കഴിക്കാൻ മണ്ഡപത്തിൽ വന്ന് അനിയനെ കെട്ടിയുള്ളല്ലേ ആ തീർപ്പ്? എന്താണോ നീ പറഞ്ഞേ? കയ്യെടുക്കടാ. കയ്യെടുക്കാൻ. നടന്ന കാര്യലടാ ഞാൻ പറഞ്ഞത്. നിന്റെ ഭാര്യയെ പറ്റി പറയുമ്പോ ദേഷ്യം വരുന്നുണ്ടല്ലേ? അതുപോലെ തന്നെ എനിക്കും എന്റെ ഭാര്യയാവാൻ പോകുന്ന പെണ്ണിനെ പറ്റി പറഞ്ഞ ദേഷ്യം വരും. ഷട്ടി പിടിക്കുന്നതാ. അരവിന്ദടാ, സോറി. ഇങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ തെറ്റാ. അതിനെന്നെ എന്തു വേണമെങ്കിലും ചെയ്തോ, അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. പക്ഷെ അരവിന്ദേട്ടൻ സ്വയം ശിക്ഷ അനുഭവിക്കരുത്. ഞാൻ എന്താ മണ്ടനാന്ന് വിചാരിച്ചോ? അരവിന്ദേട്ടൻ മണ്ടനല്ല, ബുദ്ധിയുള്ള ആളാ. പക്ഷെ ശ്രേയ അരവിന്ദേട്ടനേക്കാളും ബുദ്ധിയും കുബുദ്ധിയും ചേർന്നവളാ. ശ്രേയയെ കല്യാണം കഴിച്ച അരവിന്ദേട്ടന് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്. പകയുടെയും പ്രതികാരത്തിന്റെയും മുന്നിൽ അരവിന്ദേട്ടന്റെ ജീവിതം ബലി കൊടുക്കരുത്. നമ്മൾ നല്ലതെന്ന് വിചാരിച്ച് തിരഞ്ഞെടുക്കുന്ന തീരുമാനം ചിലപ്പോൾ തെറ്റാവും. പക്ഷേ തെറ്റായ തീരുമാനം ശരിയാണെന്നുള്ള വിശ്വാസത്തിൽ എടുക്കാൻ പാടില്ല. ശ്രേയയെ കല്യാണം കഴിക്കാൻ ചേട്ടൻ ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനം അതുപോലുള്ളതാ. ഞാൻ ചിരിക്കുന്നത് എന്താന്നായിരിക്കും നീ ഇപ്പൊ ചിന്തിക്കുന്നത്? ഇതുവരെ എന്നെ വില കൽപ്പിക്കാത്ത നീ അരവിന്ദേട്ടാ എന്ന് വിളിച്ച് വന്നപ്പോ തന്നെ തോന്നി ചാട്ട എങ്ങോട്ടാണെന്ന്. എടാ ആകാശേ, പണിയൊന്നും ചെയ്യാതെ തെണ്ടി നടക്കുന്നവനാടാ ഞാൻ. അച്ഛന്റെ ഭാഷയിൽ പറഞ്ഞ തെക്ക് വടക്ക് നടക്കുന്നവൻ. പക്ഷേ നിങ്ങൾ പറഞ്ഞതെല്ലാം
നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കാൻ പോവാ. കുറച്ച് ദിവസം കഴിയുമ്പോ ചീഫ് എഞ്ചിനീയറെ കല്യാണം കഴിച്ച് അന്തസ്സോടെ ജീവിക്കും ഞാൻ. 1000 തറവാട്ടിലെ ചീഫ് എഞ്ചിനീയറുടെ ഭർത്താവ്. ആഹാ, കേൾക്കാൻ തന്നെ എന്ത് രസമാ. അരവിന്ദേട്ടാ, എന്താടാ അസൂയ തോന്നുന്നുണ്ടാ? കല്യാണം കഴിഞ്ഞ നിന്റെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കോൺട്രാക്റ്റും ഈ അരവിന്ദൻ സാറായിരിക്കും നോക്കാൻ പോകുന്നത്. വെറുതെ ഒപ്പിടുന്ന ജോലി മാത്രമേ എന്റെ ഭാര്യയ്ക്ക് ഓഫീസിലുണ്ടാവൂ. ബാക്കിയെല്ലാം നോക്കുന്നത് ഞാനായിരിക്കും. ആര് ജോലി ചെയ്യണം, ചെയ്യാൻ പാടില്ലെന്നൊക്കെ നിന്റെ കാര്യം വരെ ഞാൻ തീരുമാനിക്കും. നീ ആ ഓഫീസിൽ വേണോ വേണ്ടയോ എന്ന് വരെ ഞാൻ തീരുമാനിക്കും. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് വിചാരിച്ച് നീ നിന്റെ ഭാര്യ ഉറക്കം നഷ്ടപ്പെട്ട് എന്നെ പിന്തിരിപ്പിക്കാൻ വന്നതാണല്ലേ? എന്തു ചെയ്യാനാ? എല്ലാം തീരുമാനിക്കുന്നതേ മുകളിലുള്ള ആളാ. ഇനി നിങ്ങള് ഉറങ്ങണ്ട. സോറി അനിയ, കല്യാണത്തിന് കാണാം. എന്നാ ചേട്ടൻ പോട്ടെ. അവന്റെ ഉപദേശം. ഛെ.